ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്തൊരു പാനലാണിത്. നിങ്ങൾ ഇരിക്കുന്ന പലർക്കും ഫെമിലറായ 2 ഫേസസ് ആണിത്. അപ്പം ഞാനൊരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ നടത്തണമെന്ന് ആവശ്യമില്ല. കാരണം എന്നേക്കാൾ ഞാൻ ഇത് തൊട്ട് മുമ്പേ നമ്മുടെ ഗസ്റ്റ് ലോബിയിൽ ഇരിക്കുന്ന സമയത്ത് പല ആൾക്കാരും വന്ന് പരിചയപ്പെടുമ്പോഴും എനിക്ക് ആ കുട്ടികളിൽ സംസാരത്തിൽ പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് ഹൗ ദേ ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഇൻ ദെയർ ലൈഫ് എന്ന്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് നമുക്ക് എനിക്ക് തോന്നുന്ന ഓരോരുത്തരും സെൽഫ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാവും നല്ലത്. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അജാസ് മുഹമ്മദ് എന്നാണ്. ഞാൻ കോഴിക്കോട് വടകരയാണ് വീട്. ബേസിക്കലി എഞ്ചിനീയറാണ്. കോഴിക്കോട് NIT നിന്ന് BTech കഴിഞ്ഞതായിരുന്നു. അതിനുശേഷം ഒരു 5-6 വർഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ജോലിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു മെഡിക്കൽ ടൂറിസം സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു. അത് കോവിഡ് കാരണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ ഒരു സമയത്താണ് എജ്യൂപോർട്ട് എന്നുള്ളൊരു ലേണിംഗ് ആപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് 2020 ആ ഒരു കോവിഡിൻ്റെ സമയത്ത് കുട്ടികളൊക്കെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു. ഒരു ഹോബി പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ 2025 ആകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50,000ഓളം കുട്ടികൾ ഓൺലൈനായിട്ട് നമ്മളെ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോടായിട്ട് 5 സെൻറ്ററുകളിലായിട്ട് ഒരു 2,500ഓളം കുട്ടികൾ ഓഫ്ലൈനായിട്ടും പഠിക്കുന്നുണ്ട്. അപ്പം ആ ഒരു എജ്യൂപോർട്ടിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ് ഞാൻ. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അജ്മൽ. ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. X&Y ലേണിങ്ങിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പാണ് X&Y ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഗുഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, നല്ല എഡ്യൂക്കേഷൻ, നല്ല സ്കൂൾസ് ഉണ്ട്, നല്ല സിസ്റ്റംസ്, ഇൻ എ വേ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഇൻ എ ഹയർ എഡ്യൂക്കേഷൻ സ്പേസ് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു ഡെമോഗ്രഫിക്സ് വെച്ച് നോക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു ടോപ്പ് കോളേജസിലും മറ്റൊന്നും എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ്സ് പ്രൈമർലി ബിക്കോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന എയ്സർ എന്ന് പറയുന്ന ആനുവൽ സ്റ്റാറ്റസ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൽ പോലും പറയുന്നത് കേരളത്തിൽ 8ാം ക്ലാസ് പഠിക്കുന്ന 30% സ്റ്റുഡൻസിന് മാത്രമാണ് 2 നമ്പറുകൾ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ X&Y ലേണിംഗ് ലക്ഷ്യം വെക്കുന്നത് അറ്റ് എൻ ഏർലി സ്റ്റേജ് കുട്ടികളെ ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷന് പ്രാപ്തമാക്കുക, അവരെ നല്ല കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതി നല്ല സ്ഥലങ്ങളിൽ എത്തിക്കാൻ പ്രാപ്തരാക്കുക. ആൻഡ് ദേ ക്യാൻ ഫിഗർ ഔട്ട് വാട്ട് ദേ വാണ്ട് ടു ഡു ഇൻ ദെയർ ലൈഫ് ഫ്രം ദെയർ എന്നുള്ളതാണ്. അങ്ങനെയാണ് X&Y ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് അറൌണ്ട് 3,000+ സ്റ്റുഡൻസ് X&Y ലേണിങ്ങിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ്സ് അബൌട്ട് മീ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സമയത്ത് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദ ഫ്യൂച്ചർ ഓഫ് എഡ്ടെക് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ബെഞ്ചമിൻ സാറ് പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എഡ്യൂക്കേഷൻ സ്പേസ് ദ ബെസ്റ്റ്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ലാസ്റ്റ് കുറച്ച് ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് സമയം അല്ലെങ്കിൽ നമുക്കൊരു എഡ്ടെക്കിൻ്റെ ഒരു ഒരു ജേണി എന്ന് പറയുന്നത് പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് എന്ന് നമുക്ക് തിരിക്കാൻ പറ്റും. കാരണം ഒരു കോവിഡിന് ശേഷം ഒരു കോവിഡ് ടൈമിൽ ഒരു വലിയ ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കോവിഡ് ഒരു പാൻഡമിക് ആയിരുന്നെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടറിന് അല്ലെങ്കിൽ ടെക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു അനുഗ്രഹമായി മാറിയൊരു കാര്യമാണ്. കാരണം ഒരു വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഗ്രോത്ത് ഫ്യൂ മന്ത്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻസ് നമ്മുടെ കയ്യിലെത്താൻ അല്ലെങ്കിൽ അഫോർഡബിളായിട്ട് എത്തുക, അഫോർഡബിലിറ്റിയാണ് എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം. അപ്പോൾ ഈവൻ ഇൻ്റർനാഷണൽ ഫോറംസ് എനിക്ക് ഓർമ്മയുണ്ട് G20യുടെ 2023 സബ്മിറ്റ് നടന്ന സമയത്തും യൂത്ത് അജണ്ടയായിട്ട് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെ എഡ്യൂക്കേഷനിലെ ടെക്നിക്കൽ ഗ്രോത്ത്, AI ഇൻ എഡ്യൂക്കേഷനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്. UN സബ്മിറ്റ്സിലും അതിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വേൾഡിൽ മൊത്തത്തിൽ ആ ഒരു ഗ്രോത്തിൻ ടെക് പ്ലാറ്റ്ഫോംസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ ഈ ആ ഒരു കോവിഡിന് ശേഷവും കോവിഡിന് മുന്നേയുള്ള ഗ്രോത്ത്, അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു ഓൺടർപ്രണർ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് ഇനി അങ്ങോട്ടൊരു സ്കോപ്പ്? കാരണം ഈ ഒരു ഗ്രോത്തിന് ഒരു സീലിങ്ങിൽ എത്തിയോ എന്നുള്ളതാണ്. ഞാൻ കോവിഡോടുകൂടിയാണ്, ഞങ്ങൾ 2 ആളാണെങ്കിലും പോസ്റ്റ് കോവിഡാണ് അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്താണ് ഈ ഒരു എഡ്ടെക് എന്നുള്ളൊരു മേഖലയിലേക്ക് എത്തിയത്. അപ്പം ഇതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 100 വർഷമായിട്ട് ഏറ്റവും കുറവ് മാറ്റങ്ങൾ സംഭവിച്ചൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്. അതായത് എൻ്റെ ഫാദർ പഠിച്ച അതേ ക്ലാസ് റൂമിലാണ് ഞാനും പഠിച്ചത്, ഓൾമോസ്റ്റ് സിമിലർ ക്ലാസ് റൂമിലാണ് എൻ്റെ മോനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ബോർഡ് മാറിയിട്ട് ഒരു പ്രൊജക്ടറൊക്കെ അഡീഷണലി വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ബാക്കി ഏത് മേഖല എടുക്കണം, നമ്മൾ ഫോൺ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, 100 വർഷം മുമ്പുള്ളതും ഇപ്പോഴത്തേതുമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്.
പക്ഷേ ആ ഒരു മാറ്റം 100 വർഷത്തെ ഗ്യാപ്പ് ഇനി അങ്ങോട്ടുള്ള 10 വർഷമായിരിക്കും എട്ടെക്കിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ മാറാൻ പോകുന്നത്. അതായത് ഇപ്പം നേരത്തെ അജ്മൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇത്രയും നല്ല പ്രിലിമിനറി എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ പോലും 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ആകെ 30% ആൾക്കാർക്ക് 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരേ ക്ലാസ് റൂമിൽ ഒരേ ടീച്ചറുടെ ക്ലാസ് കേട്ട് ഒരേ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടും കുട്ടികളൊക്കെ പല നിലവാരത്തിലാണുള്ളത്. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റം മാറുക തന്നെയാണ്. കാരണം ഇപ്പോൾ ഉള്ളത് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ 50 കുട്ടികൾ. അപ്പോൾ പലപ്പോഴും എൻ്റെ ടീച്ചർ സുഹൃത്തുക്കൾ തന്നെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നത് ക്ലാസ്സിലെ കുറേ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം, പക്ഷേ എന്താണ്, എനിക്ക് അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതായത് എക്സിസ്റ്റിംഗ് സിസ്റ്റം 1 to many എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ല എഫിഷ്യൻ്റ് ആണ്, അതേ സ്ഥാനത്ത് ഒട്ടും എഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് പല കുട്ടികളും എന്താണ് അക്കാഡമിക്കലി പുറകോട്ടൊക്കെ പോകുന്നത്. ഇതിൻ്റെ ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഏത് നിലവാരത്തിലുള്ള ഒരു കുട്ടീനെ മാത്സ് പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ 1-on-1 ആണെങ്കിൽ ഞാൻ എന്തായാലും അവനെ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു സിസ്റ്റം ആണ് ശരിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എഡ്യൂക്കേഷൻ. പക്ഷെ അത് ഓരോ കുട്ടിക്കും ഓരോ ടീച്ചർ എന്നുള്ളത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ പ്രാക്ടിക്കലി ആയിക്കോട്ടെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഓരോ കുട്ടിക്കും ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ശരിക്ക് എട്ടെക്ക് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലം ശരിക്ക് എന്താ പറയുക, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്തിട്ട് ഏറ്റവും അഫോർഡബിളായി കൊടുക്കുക എന്നുള്ളതായിരുന്നു എഡ്യൂപോർട്ട് അടക്കം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ AI വന്നതോടുകൂടി ശരിക്കും ഓരോ കുട്ടിക്കും ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പാത്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ കുട്ടികളൊക്കെ ആണെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം അവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഓരോ കുട്ടിയുടെ നിലവാരത്തിനനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി എന്താണ്, എല്ലാവർക്കും നല്ലൊരു ബെനിഫിറ്റ് അതിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു പിറകിൽ ഒത്തിരി റിസർച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ എവ്രിബഡി ക്യാൻ ലേൺ എവറിത്തിങ്, ദ ഓൺലി ഡിഫറൻസ് ഈസ് ദ ടൈം ടേക്കൺ എന്നാണ്. അപ്പം പലർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പാത്ത് കൊടുത്തുകൊണ്ട് അവരെ തൊട്ടടുത്ത് ഒരാൾ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു ഫീല് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി അത് തന്നെയായിരിക്കും എട്ടെക്കിൻ്റെ ഫ്യൂച്ചർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് കാലം കഴിഞ്ഞുള്ള ക്ലാസ് റൂം ഇന്നത്തെ ക്ലാസ് റൂം തമ്മിലൊരു മാറ്റമില്ല, ബെഞ്ചിൽ പോലും മാറ്റമില്ല എന്നുള്ള ആ ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളത്. ഇല്ല, അത് സത്യമാണത്. കാരണം അന്ന് നമുക്ക് കുറേ ഫാക്ടറിയിൽ തൊഴിലാളികൾ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്ത് സിസ്റ്റമാണോ കൊണ്ടുവന്നത് ആ സിസ്റ്റം തന്നെയാണ് എന്തുള്ളത് ഇപ്പോഴുള്ളത്. ഇപ്പം ഞങ്ങൾ SSLC IT എക്സാമിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ നമ്മളെ ചാനലിൽ കൊടുക്കുമ്പോൾ അതിലിപ്പോഴും ഫോട്ടോഷോപ്പിൻ്റെ ഒരു ഓപ്പൺ സോഴ്സ് സാധനമാണ് എന്ത് ചെയ്യുന്നത്, അവർ മെയിൻലി ഇങ്ക്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഒബ്സലീറ്റ് ആയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു. ശരിക്കും ഇപ്പോൾ AIയുടെയും പുതിയ റോബോട്ടിക്സ് ഒക്കെയാണ് അവിടെ പഠിക്കേണ്ടത്. പക്ഷെ അതൊന്നും വരുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. കറണ്ട് മാർക്കറ്റിന് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് പലപ്പോഴും കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ഫെയിലിയർ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ലൈക്ക് നമുക്ക് മാർക്കറ്റിന് എന്താണോ വേണ്ടത് അത് ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല കറണ്ട് എഡ്യൂക്കേഷൻ സെനേറിയോയിൽ. എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് അജാസ് പറഞ്ഞതുപോലെ ഇപ്പോൾ AI എന്നുള്ളത് ഒരു പേഴ്സണലൈസേഷൻ, ഒന്നൊരു 1-to-1 എല്ലാവരെയും ടീച്ച് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അത്തരം മോഡൽസിൽ നമുക്ക് ക്വാളിറ്റി സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കാൻമിഗോ പോലത്തെ മോഡൽസ് ഓൾറെഡി ഓപ്പൺ AI ബേസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞു. അതൊരു സക്സസ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്നുള്ളത് ഈ ഒരു AI വരുന്നതോട് കൂടിയിട്ട് ഒന്ന് കുറച്ചുകൂടി സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെക്കാനിസംസ് നമുക്ക് കുറച്ചുകൂടി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആക്റ്റീവ് റീകോൾ ടെക്നിക്സ് നമുക്കൊരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു സ്പേസ്ഡ് റിപ്പീറ്റേഷൻ പോലെയുള്ള സംഭവം, കുട്ടിക്ക് എഫക്റ്റീവായിട്ട് റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ എങ്ങനെ നമുക്ക് മാനുവലി അല്ലാതെ ഒരാളുടെ ഒരു മെൻറ്റർഷിപ്പ് ഇല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ അൾട്ടിമേറ്റ്ലി വരണമെന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം ഇപ്പോൾ ചോദിച്ച ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഇൻ ട്രെയിനിങ്, ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞങ്ങളിപ്പോൾ വരുമ്പോഴും ഡിസ്കസ് ചെയ്തിരുന്നൊരു ടോപ്പിക്കായിരുന്നു നമ്മുടെ ക്ലാസ് റൂംസ് എങ്ങനെ മാറണം എന്നുള്ളത്. ഐ ബിലീവ് ഇറ്റ് ഷുഡ് ചേഞ്ച് ടു സംതിങ് ലൈക്ക് എ ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ എന്താ സംഭവിക്കുക, ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഇരുന്ന് ടീച്ചർ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു എഫക്റ്റീവ് അല്ലാത്ത എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം. ആ കുട്ടി വന്നിട്ടുള്ളത് പല മൂഡും വെച്ചിട്ടായിരിക്കും. അവൻ്റെ വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അവൻ തലേ ദിവസം ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എഫക്റ്റീവ്ലി ഒരു 40 മിനിറ്റിൽ 20 മിനിറ്റൊക്കെയാണ് ഒരു ടീച്ചർക്ക് എഫക്റ്റീവ്ലി പഠിപ്പിക്കാൻ പറ്റുക. അതന്നെ എല്ലാവർക്കും കിട്ടിക്കോണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്നിട്ട് വീട്ടിലോട്ട് ഹോംവർക്ക് കൊടുത്ത് വിടുന്നു. റൈറ്റ്, ഇത് നേരെ തിരിയണം. ഇത് നേരെ തിരിഞ്ഞിട്ട്
വീട്ടിലിരുന്ന് പഠിക്കാവുന്ന ഒരു സിസ്റ്റം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. മേ ബി സ്കൂൾ ടൈംസ് റെഡ്യൂസ് ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ AI പേഴ്സണലൈസ്ഡ് അസിസ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനും എന്നിട്ട് തിരിച്ച് ക്ലാസ് റൂം എന്നുള്ളത് ആക്ടിവിറ്റീസിൻ്റെ ഒരു സെൻറ്ററായി മാറുന്ന ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് ലേണിംഗ് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആവുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മാത്രമല്ല ഇവിടെ ട്രെയിനിങ്ങിൻ്റെ വിഷയം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നൊരു വിഷയം എഡ്യൂക്കേഷൻ, ഞങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു വിഷയമാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സംഭവങ്ങളാണ്. റൈറ്റ്? ക്ലാസ് റൂംസിൽ എന്താണ് സംഭവിക്കേണ്ടത്, സ്കൂൾസിൽ എന്താണ് സംഭവിക്കേണ്ടത്, കുറച്ചുകൂടി സോഷ്യലൈസിങ് ആക്ടിവിറ്റീസും കുറച്ചുകൂടി അവരുടെ ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റും കുറച്ചുകൂടി അവരുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ കരിക്കുലർ ആക്ടിവിറ്റീസിലോട്ട് അവർക്കുള്ള ഒരു എക്സ്പോഷറും കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി സ്കൂളിലോട്ട് സംഭവിക്കേണ്ടത്. ലേണിംഗ് എന്നുള്ളത് അല്ലാതെയും കുട്ടിക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് AI വഴിയെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം വഴിയെ കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ AI പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാണ്. നമ്മൾ പലപ്പോഴും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ദർ ആർ സം എത്തിക്കൽ കൺസേൺസ് റിഗാർഡിങ് AI ഇൻ എഡ്യൂക്കേഷൻസ്. അപ്പോൾ അതിൻ്റെ എന്താണ് ഇൻ യുവർ ഒപ്പീനിയൻ ഈ ഒരു എക്സ്പീരിയൻസിൽ? കാരണം നമുക്ക് ChatGPTയും അതുപോലുള്ള അല്ലെങ്കിൽ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കോപ്പ് ഉണ്ട് AIക്ക്. പക്ഷേ അതുപോലെ തന്നെ പലരും പല ഡിസ്കഷനിലും പറഞ്ഞു കേട്ടതാണ് ദർ ഈസ് സ്റ്റിൽ എക്സിസ്റ്റിംഗ് എ ഗ്രേറ്റ് എത്തിക്കൽ കൺസേൺ റിഗാർഡിങ് ദാറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എഫക്റ്റ് ആവുന്നത്? ഇതിലെ എത്തിക്കൽ കൺസേൺ എന്ന് പറഞ്ഞാൽ AI സ്റ്റിൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. അപ്പം അതിൻ്റേതായ ഹാലൂസിനേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ ChatGPTയിലൊക്കെ ചില ക്വയറീസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശരിയാണെന്നാണ് പറയാം. അതേസമയം ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാലോ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് ഉറപ്പായിട്ടും എന്തുണ്ടാവും, കുട്ടികളുടെ ലേണിങ്ങിലും മാറ്റം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോഴും ഗൂഗിൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ChatGPT പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്താണല്ലോ ഉള്ളത്. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താവുന്നത്, ഇതൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആവുകയും ചെയ്യും. ആൻഡ് നമ്മളെ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ മാറും. അത് ഒബ്വിയസ്ലി എന്തായിരിക്കും, കുട്ടികളിലെ മാറ്റങ്ങൾ കൊണ്ടുവരും. പോസിറ്റീവായിട്ട് തന്നെയാണ് വരിക. പിന്നെ എന്തൊരു സംഭവമാണെങ്കിലും ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്, ലൈസൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ആക്സിഡൻ്റ് ഒക്കെ വരുത്തുന്നില്ല എന്ന് കരുതി നമ്മൾ ആരോട് ഇനി വണ്ടി ഓടിക്കരുത് എന്നല്ലല്ലോ പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ആയിരിക്കണം ദ ബിഗ്ഗർ പിക്ചറിൽ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ നല്ലതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചെറിയ ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം, ഓവർ ദ ഗോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ എട്ടെക്കിൻ്റെ ഗ്രോത്തിന് എപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നത് നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂ ആണ്. അത് പലപ്പോഴും ഇപ്പോൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഇഷ്യൂസ് ചില കുട്ടികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എസ്പെഷ്യലി ഡിജിറ്റൽ ഡിവൈസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എടുത്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പക്ഷേ മറ്റ് പല സ്റ്റേറ്റ്സിൽ എടുത്ത് നോക്കുമ്പോൾ ദേ ആർ നോട്ട് ലൈക്ക് പ്രോപ്പറായിട്ട് ഡിവൈസ് ഇല്ല, അവർക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അഫോർഡബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് വേണം, എന്നാൽ അഫോർഡബിൾ ആയിട്ട് വേണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് എട്ടെക് ഓൺടർപ്രണേഴ്സ് ഉണ്ടാവും, സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കെപ്പോഴും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ എന്നെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഈസ് എ കൺസേൺ. അപ്പോൾ ഒരു അഫോർഡബിലിറ്റിയും അതുപോലെ തന്നെ ആക്സസിബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ഫേമായി മാറാം ഫ്രം എക്സ്പീരിയൻസ്? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അഫോർഡബിലിറ്റി എന്നുള്ളത് നമ്മൾ ഇഫ് യു ആർ ട്രൈങ് ടു ബിക്കം എ കോൺഗ്ലോമറേറ്റ്, ലൈക്ക് എന്താ പറയുക, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു മൊണോപ്പൊളി ആവാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ളത് തന്നെ നമ്മൾ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണ് പറയുന്നത്. എസെൻഷ്യലി ഡിജിറ്റൽ ഡിവൈഡ് ഈസ് എ പ്രോബ്ലം. നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രോബ്ലമാണ് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഇപ്പോൾ ജിയോ പോലത്തെ ഇൻ്റർനെറ്റ് സർവീസസ് കടന്നു വന്നു. ഇനി ഡിവൈസസ് കുറച്ചുകൂടി ആക്സസിബിൾ ആയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ കുറേ സോൾവ് ആയിട്ടുണ്ട്, ഇനിയും അത് സോൾവ് ആവാനുണ്ട്. ഫ്രം എ ബിസിനസ് പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ ഓരോ എട്ടെക് സ്ഥാപനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒരു എട്ടെക് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ യു വിൽ ഹാവ് എ ടാർഗറ്റ് ഓഡിയൻസ്, റൈറ്റ്? അവർക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. ഇപ്പോൾ എജുപോർട്ടിൻ്റെ അജാസിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട്. കാരണം അവർക്ക് നിരന്തരമായിട്ട് യൂട്യൂബിലൂടെയും മറ്റും ക്ലാസ്സസും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ എജുപോർട്ട് അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സ് ആൻഡ് വൈയിലോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ എല്ലാ കുട്ടികളെയും ഞങ്ങളൊരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ കാണുന്നത് സയൻസ് ആൻഡ് മാത്സിൽ താല്പര്യമുള്ള ആ ഏരിയയിലോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങളൊരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് കാണുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി പറഞ്ഞതുപോലെ എന്താണ് ഒരു എട്ടെക് സ്പേസിൽ എസ്പെഷ്യലി ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് ഒരു ഇൻവെസ്റ്റർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു സസ്റ്റൈനബിൾ, ഞാൻ ഇൻവെസ്റ്റർ അല്ല, പക്ഷേ ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ സാധിക്കണം. അൾട്ടിമേറ്റ്ലി
റൺ ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ കുറച്ച് ബേൺ ചെയ്യാതാലും റൺ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മൾ ഇൻ ജനറൽ വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ട്രസ്റ്റിൻ്റെ മേലെ ബിൽഡ് ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ് എഡ്യൂക്കേഷൻ ബിസിനസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ തൃശ്ശൂരിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ PC തോമസ് സാറിൻ്റെ അടുത്തൊക്കെ പോയി പഠിച്ചിരുന്നത് ആ നെയിമിൻ്റെ മേലുള്ള ട്രസ്റ്റാണ്. ഇന്നും നമ്മളൊരു കോളേജോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററോ അല്ലെങ്കിൽ ഈവൺ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനോ അലയിക്കുമ്പോൾ പോലും ഇപ്പോൾ എജുബോട്ട് എന്ന് പറയുമ്പോൾ അജാസിൻ്റെ മുഖമായിരിക്കും ഓർമ്മ വരിക, XY എന്ന് പറയുമ്പോൾ അജ്മലിൻ്റെ മുഖമായിരിക്കും ഓർമ്മ വരിക. ഇങ്ങനെ ആളുകളെയാണ് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ലെവലിൽ ഒരു എഡ്ടെക് ഫൗണ്ടർ ടെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ട്രസ്റ്റിൻ്റെ മേലെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ബിൽഡ് ചെയ്യാനുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഇന്ന് അതിന് ഒരുപാട് മേഖലകൾ ആക്ച്വലി അവൈലബിൾ ആണ്, ചീപ്പർ ആൾട്ടർ. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൂടെ നമുക്ക് ക്ലാസ് കൊടുത്ത് നോക്കാം, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ടോ, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇത് നമുക്ക് ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിലാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യേണ്ടത്, ഇന്നത്തെ കാലത്ത് ഒരു എഡ്ടെക് ബിൽഡ് ചെയ്യേണ്ടത്. വളരെ ചീപ്പറായിട്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ട്, വളരെ ലീനായിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു എഡ്ടെക് ബിൽഡ് ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാത്ത മോഡൽസ് വരുമ്പോഴാണ് ഹ്യൂജ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റിലോട്ട് പോവുക, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരിക, എന്നിട്ട് ഇതൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഒരാൾ ഒരു എഡ്ടെക് കമ്പനി തുടങ്ങുന്നു, ഫസ്റ്റ് തന്നെ ചെയ്യുന്ന എന്താ, ചിലപ്പോൾ വലിയ ഓഫീസ് ഉണ്ടാക്കും, എന്നിട്ട് ഭയങ്കരമായിട്ട് ഫർണിഷ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലക്ഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അയാൾ മുടക്കിയിട്ടുണ്ടാവും. അവസാനം ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ എന്തുണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല, റൈറ്റ്? കോടികൾ മുടക്കിയിട്ടുണ്ടാവും, റൈറ്റ്? അവസാനം ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ എന്തുണ്ടാവില്ല, അവരുടെ അടുത്ത് ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ട്യൂഷൻ സെൻറ്റേഴ്സൊക്കെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്നുണ്ടല്ലോ, അല്ലേ? അതേപോലെ ഒരുപാട് കമ്പനീസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാടെണ്ണം പ്രോഫിറ്റബിൾ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് ബിസിനസ് മോഡലിൻ്റെ പ്രശ്നമാണ് ഭൂരിഭാഗം പുതിയ എഡ്ടെക്സിനുള്ളത്. കുറേ എണ്ണം പൂട്ടി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ അതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇതിൽ അജ്മൽ പറഞ്ഞതിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നിങ്ങളൊക്കെ ഒരു എഡ്ടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് യൂട്യൂബിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്ലാസ്സസ് കൊടുക്കുക. അപ്പം നിങ്ങളെ ക്ലാസ് മിസ്സാവുന്നൊന്നും വിചാരിക്കുക വേണ്ട കേട്ടോ. അതായത് എജ്യൂപോർട്ട് ആക്കിയത് യൂട്യൂബാണ് ശരിക്ക്. അപ്പം യൂട്യൂബിൽ നമ്മൾ ഫ്രീ ആയിട്ടൊരു ക്ലാസ് കൊടുത്തിട്ട് അതിന് ഓഡിയൻസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ബിസിനസ് തുടങ്ങാത്തതാണ് നല്ലത്. അതായത് ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടിയിട്ട് ആൾക്കാരത് പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പൈസ വാങ്ങിയാൽ ആരെങ്കിലും അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമത്തെ യൂട്യൂബ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദ വേൾഡ്. ഗൂഗിൾ കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന സംഭവം യൂട്യൂബിലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം അധികം ക്യാപിറ്റൽ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എഡ്ടെക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ പല മൊബൈൽ ക്യാമറകൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒന്നും ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്ലാസ് പ്ലസ് ആയിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്നതായിരുന്നു ടെസ്പ്രസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ മാസത്തിൽ വളരെ ചെറിയ പൈസക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എജ്യൂപോർട്ട് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് സോഫ്റ്റ്വെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത്രയും കുട്ടികളായതിനു ശേഷമാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ടെക് ടീം ബിൽഡ് ചെയ്തതും AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ അതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആസ് എ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന കോഴ്സിന് ഓഡിയൻസ് ഉണ്ടോ എന്നുള്ളത് യൂട്യൂബ് വഴി ചെക്ക് ചെയ്യുക. ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റിൽ നിങ്ങൾ ലോഞ്ച് ചെയ്യാം. ഞാൻ കോവിഡ് സമയത്ത് ഫസ്റ്റായിട്ട് ഞാൻ യൂട്യൂബിൽ ക്ലാസ്സസ് കൊടുത്ത് തുടങ്ങിയത്. ഞാൻ യൂട്യൂബിൽ ക്ലാസ്സസ് കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യും, എൻ്റെ ഐപാഡിൽ അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യും, ഐപാഡിൽ എഴുതും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ, അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീനിൽ വരുന്ന വീഡിയോസ് ഉണ്ടാകും. അപ്പോഴാണ് ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം കേട്ടത്. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീനൊന്നും വീട്ടിൽ വെക്കാൻ പ്രത്യേകിച്ച് സൗകര്യം. അപ്പോൾ ഞാൻ ചെയ്തത്, എൻ്റെ ഫാദർ ഡോക്ടറാണ്, അപ്പോൾ അവിടെ ഈ കൺസൾട്ടേഷൻ റൂമിലൊരു പൊതുവേ ഈ പച്ച തുണി ഉണ്ടാവും. ആ പച്ച തുണി എടുത്തിട്ട് ബാക്കിൽ എന്ത് ചെയ്തു, അത് തൂക്കിയിട്ടു. വീഡിയോ ആരാ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ, ആരാ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ തന്നെ, ആരാ സംസാരിക്കുന്നത് ഞാൻ തന്നെ, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് വലിയൊരു ടീമോ ഒരുപാട് ആളുകളോ അങ്ങനെയല്ല അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒന്നും ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, എല്ലാം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോഴാണ് നമുക്കും കോൺഫിഡൻസ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ടീമിൽ നിന്നൊരു വീഡിയോ എഡിറ്റർ പറഞ്ഞാൽ സാരല്ല ഞാൻ എഡിറ്റ് ചെയ്തോളാം എന്നുള്ളൊരു ചിന്ത എന്തുണ്ടാവുള്ളൂ, നമുക്ക് ആർക്കും ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളത്, റൈറ്റ്? യെസ്, അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ലേൺ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ലോകത്തുള്ള എല്ലാ സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പുകളും ഗ്യാരേജിൽ നിന്നാണ് തുടങ്ങിയെന്നാണ് പറയാം. ആപ്പിൾ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ആമസോൺ ആയിക്കോട്ടെ, അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാർക്കറ്റ് അറിഞ്ഞ് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മാർക്കറ്റിനെ അറിഞ്ഞ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിടത്തോളം. സ്റ്റുഡൻസിന് എന്താണ് വേണ്ടത് അറിഞ്ഞ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ അജ്മൽ ഖാനോട് ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു.
റീസെൻ്റ്ലി കഴിഞ്ഞൊരു എനിക്ക് ജാൻ 20th അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് അറ്റൻഷൻ കിട്ടിയൊരു റിപ്പോർട്ടായിരുന്നു. സ്വീഡനിൽ സ്വീഡൻ ആയിരുന്നു ഫസ്റ്റ് വൺ ഓഫ് ദ കൺട്രി വേ ബാക്ക് ഇൻ 2009 അവർ ഡിജിറ്റലൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് 15 ഇയേഴ്സ് മുന്നേ അന്ന് കമ്പ്യൂട്ടർ തന്നെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ കംപ്ലീറ്റ്ലി അവർ ഡിജിറ്റലൈസ് ചെയ്തു, ആ ഡിജിറ്റൽ എക്കോ സിസ്റ്റം കൊണ്ടുവന്നു. പക്ഷേ ഒരു 15 വർഷത്തിന് ശേഷം ഈ ജാനുവരിയിൽ അവരുടെ ഒരു കേസ് സ്റ്റഡി അവർ നടത്തിയ പല പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തിയ കേസ് സ്റ്റഡിയിൽ അതെത്രത്തോളം ക്രിയേറ്റിവിറ്റി ഓഫ് ദ സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്കൊന്ന് 104 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ദേ ആർ മൂവിങ് ബാക്ക് ടു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ. അതായത് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റലിൽ നിന്ന് മാറി ഒരു ട്രഡീഷണൽ ടൈപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനൊരു ഫസ്റ്റ് തന്നെ വേൾഡിന് ഒരു സക്സസ് മോഡലായി കാണിച്ച സ്വീഡൻ്റെ ഈ ഒരു ചേഞ്ച് ഒരു വരാൻ പോകുന്നൊരു എടെക് പ്ലാറ്റ്ഫോംസിനൊരു ചലഞ്ചാണോ, അല്ലെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ കറൻ്റ്ലി? എനിക്ക് ഇതിൽ 2 കേസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ റിപ്പോർട്ട് ഫുള്ള് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞറിയ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇതൊരു സ്കാൻഡിനേവിയൻ രാജ്യമാണ് സ്വീഡൻ എന്നുള്ളത്, റൈറ്റ്? ദെയർ സ്റ്റുഡൻറ്റ് ടു ടീച്ചർ റേഷ്യോ ഈസ് എന്താ പറയുക, അവർ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രോബ്ലം ആയിരിക്കും. എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതായത് അവർ ഒരു നല്ലൊരു എടെക് പ്ലാറ്റ്ഫോമിലോട്ട് മാറി അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ അളന്ന് എന്നിട്ട് അത് എത്രത്തോളം ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു പ്രോപ്പർ റിസർച്ച് ഒക്കെ നടത്തിയിട്ടായിരിക്കും അവർ പ്രോബബ്ലി അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ഇതിലോട്ട് പോകുന്നുണ്ടാവും. ഞാനതിൻ്റെ തൊട്ടയൽ രാജ്യമായ ഫിൻലൻഡ് പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ പഠിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ഒരു പ്രീ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 15 കുട്ടികൾക്ക് 2 ടീച്ചർമാരും 1 നേഴ്സും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ കുറച്ചും കൂടെ എന്തായിരിക്കും ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. അപ്പോൾ അവർക്കത് അവർ ആ ഒരു പെർസ്പെക്റ്റീവിൽ അവർക്കത് എന്തായിരിക്കും, അവർക്കത് ബെസ്റ്റ് ആയിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഐ തിങ്ക് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് മോഡായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ആവുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്നുള്ളത്. കാരണം ഇവിടെ ഒന്ന് ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് ഇവിടെ പ്രശ്നമാണ്. ഈ ഫിൻലാൻഡോ സ്വീഡനിലോ പോയാൽ ഐ തിങ്ക് ടീച്ചേഴ്സ് വിൽ ബി വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് ജോബ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഫിൻലാൻഡിലൊക്കെ അല്ലേ ഏറ്റവും ഡോക്ടേഴ്സിന്റെ അതേ റെസ്പെക്റ്റും അതേ സാലറി അവർക്ക് ടീച്ചേഴ്സിന് ആ രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ ഒന്ന് ആ ഒരു പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത്, ആ ഒരു ഭാഗം ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ആക്ച്വലി നമുക്ക് ബെറ്റർ ക്ലാസ്സസ് നമുക്ക് ഒരു ലാർജർ ഓഡിയൻസിലോട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് ഇപ്പം ഞങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡുവൽ ടീച്ചർ സിസ്റ്റം നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആളുകളെ നമ്മൾ കൊണ്ടുവരിക. ഓൺ ദി അതർ സൈഡ് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാനും സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനും സ്റ്റുഡൻറ്റിനെ മെൻറ്റർ ചെയ്യാനും ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ടീച്ചേഴ്സിനെ, അവർ നെസസറിലി അക്കാഡമിക് എക്സ്പേർട്സ് ആയിക്കൊണ്ടെന്നില്ല, ദേ വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ് ഫ്രം സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് ഐ തിങ്ക് ആസ് എ കൺട്രി സ്വീഡനും ഇന്ത്യയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് വാസ്റ്റ്ലി 2 ഡിഫറെൻറ്റ് പ്രോബ്ലംസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ ഫിൻലൻഡിലെ ഹൈസ്കൂൾസിലും ഇതേപോലെ തന്നെ കുട്ടികൾ ലാപ്ടോപ്പ് എടുത്താണ് ക്ലാസ്സിൽ വരിക. അപ്പം എല്ലാം ഡിജിറ്റൽ പ്രൊജക്ടറിൽ കൊടുക്കുന്നു, നോട്ട്സ് അടക്കം അവർ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ആ ഒരു സിസ്റ്റം ആയിരിക്കാം അവർ മാറ്റുന്നുണ്ടാവും. ഈ പറഞ്ഞതുപോലെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. കാരണം എഴുതുക എന്നുള്ളത് പൊതുവേ ക്രിയേറ്റിവിറ്റിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആയിട്ടാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ആ ഒരു എഴുത്ത് മിസ്സാവുന്നതാണോ ഇനി അവർ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതും എനിക്കറിയില്ല. നമ്മളിപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തന്നെ എടെക് പ്ലാറ്റ്ഫോംസിനേക്കാൾ കൂടുതൽ ആൾക്കാർ അബ്രോഡ് പോകുന്നൊരു ടെൻഡൻസി കൂടിയാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഇപ്പോൾ ഒട്ടുമിക്ക എടെക് പ്ലാറ്റ്ഫോംസ് എടുത്താലും പ്രൈമറി എഡ്യൂക്കേഷൻ ഇഷ്യൂ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ എഡ്യൂക്കേഷൻ പലപ്പോഴും സോൾവ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്യാൻ പലരും മടിക്കുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ എടെക്കിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ഹയർ ലെവലിലേക്കുള്ളതിനെ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കാരണം നമുക്ക് അത്രയും നല്ല ഐഡിയൽ സ്റ്റാർട്ടപ്സ് ഉണ്ട്, ഐഡിയൽ എടെക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പക്ഷേ എന്നിട്ടും ഈ ഒരു മാർക്കറ്റ് ടാമ്പർ ചെയ്യാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇതിലെ ഇന്ത്യക്കാരും നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് പോകണമെന്ന് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യക്കാർ പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഫോർഡിൻ്റെ MITയുടെ ഓപ്പൺ കോഴ്സ് വെയർ അവൈലബിൾ ആണ്, ഓക്സ്ഫോർഡിൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്, IITസിൻ്റെ NPTEL അവൈലബിൾ ആണ്. എത്ര ആൾക്കാർ ഇതിൽ NPTELൻ്റെ കോഴ്സസോ ക്ലാസ്സസോ കേട്ടിട്ടുണ്ട്? ഞാൻ വെറുതെ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ MIT കുറച്ച് ആളുകളുണ്ട്, റൈറ്റ്? വി ക്യാൻ സി എ ഫ്യൂ ഹാൻഡ്സ്.
റൈറ്റ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾക്കാണ് പുറത്തു പോകുന്നത്. ഒന്ന്, നാട്ടുകാരുടെ ചോദ്യം കേൾക്കണ്ടല്ലോ, എന്താ ചെയ്യണത് എന്നുള്ളൊരു ചോദ്യം ഒന്നും കേൾക്കണ്ട. എന്തെങ്കിലും പാർട്ട് ടൈം വർക്ക് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പല കുട്ടികളും പുറത്തു പോകുന്നത്. പക്ഷേ അവിടെ പോകുന്നത് ഒരു 3rd tier 4th tier യൂണിവേഴ്സിറ്റീസിലോട്ടാണ് ഭൂരിഭാഗം ആളുകളും പോകുന്നത്. അത്തരം യൂണിവേഴ്സിറ്റീസിലോട്ടാണ്. അല്ലാതെ നമ്മളെ +2 മാർക്ക് വെച്ചിട്ട് ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും അഡ്മിഷൻ തരുമോ? നമ്മളെ കേരളത്തിലെ +2 മാർക്കും +2 സർട്ടിഫിക്കറ്റും SSLCയുടെ A+ വെച്ചിട്ട് ആരെങ്കിലും അഡ്മിഷൻ തരുമോ? ഇല്ല എന്നാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ടത്, റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു സ്കിൽ ഒരാൾക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇന്ന് അവൈലബിൾ ആണ്. അതിന് ഓപ്പൺ സോഴ്സ് ആയിട്ട് എത്ര ഇപ്പോൾ ഹാർവാർഡിൻ്റെ CS50 കോഴ്സൊക്കെ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്, റൈറ്റ്. ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്, റൈറ്റ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഹയർ എഡ്യൂക്കേഷനിലും പുതിയ ടീമുകളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പോൾ സ്കേലാർ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം കേരളത്തിൽ തന്നെ എൻട്രിയുടെ എലിവേറ്റ് പ്രോഗ്രാമുകളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. ഈ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് എത്രത്തോളം നമുക്കിതിൽ വളരാൻ പറ്റും? അതായത് ഞാൻ പറഞ്ഞതുപോലെ ഈ സ്പെസിഫിക് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് പലപ്പോഴും ഇതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്? അതിന് സ്കില്ലൊരു എറ്റക്ക് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന കുട്ടികളൊന്നും അത്ര ഹയറബിൾ അല്ല, അല്ലെങ്കിൽ എംപ്ലോയബിൾ അല്ല എന്നുള്ള ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്. ഇപ്പം അജ്മലിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അടിപൊളി എംപ്ലോയീസിനെ, ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് നാട്ടിലെ യൂത്തിനോട് ചോദിച്ചാലോ നല്ല ജോലിയൊന്നും എവിടെ ഇല്ല എന്നുള്ളത്. അപ്പം അവിടെ എന്താണ് ശരിക്കൊരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് സിസ്റ്റം ഒക്കെ എന്താണ് കറണ്ട് ജോബ് മാർക്കറ്റിനനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സോ കാര്യങ്ങളോ അല്ല. അപ്പം അവിടെ ടെക്കുകളാണോ അത് സോൾവ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ എന്തുണ്ട് ശരിക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യേണ്ടതും അഡ്രസ്സ് ചെയ്യേണ്ടതുമാണ്. അപ്പം നമ്മളൊക്കെ അടുത്തൊരു പാർട്ടായിട്ട് അത് ചെയ്യണമെന്ന് ഞാൻ സീരിയസ്ലി ആലോചിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ട ബേസിക് റിക്വയർമെൻറ്റുകൾ പലപ്പോഴും എന്താണ് ഫ്രഷേഴ്സിന് ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ വർക്ക് കൾച്ചർ, ഒരു പ്രൊഫഷണലിസം എങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് യൂത്തിന് കിട്ടുന്നില്ല. അപ്പം അതിന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഉറപ്പായിട്ടും ഞങ്ങൾ അടുത്തൊരു പ്രൊജക്റ്റായിട്ട് ഞങ്ങൾ ചെയ്യാൻ പ്ലാനുള്ള സാധനമാണ്. ഈ സ്കിൽ ഗ്യാപ്പ് എന്നുള്ളിടത്ത് ഇപ്പോൾ അജാസ് ലാസ്റ്റ് പറഞ്ഞതാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ആളുകൾക്ക് പ്രോഗ്രാമിംഗ് സ്കില്ലില്ല, അല്ലെങ്കിൽ കോഡിംഗ് സ്കില്ലില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സ്കില്ലില്ല എന്നുള്ളതല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതൊരു പ്രശ്നമാണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി സോൾവ് ഈസിലി. അതിനുള്ള ഒരുപാട് അപ് സ്കില്ലിംഗ് പ്ലാറ്റ്ഫോംസ് നമുക്ക് ഫ്രീലി തന്നെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു വർഷം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടു എൻ്റെ കമ്പനിയിലോട്ട്. എന്താണ് ഈ പറഞ്ഞ ഒരു ഹയറബിലിറ്റി, എൻ്റെ കമ്പനിയിലോട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു, റെസ്യൂം അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ എനിക്ക് മെയിൽ അയച്ചു, ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ അയച്ചു. അതിൻ്റെ താഴെ അയാളെ പേരില്ല, നമ്പറില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ചൊരു മെയിൽ അയച്ചു, ഡു യു ഹാവ് എ CV എന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചൊരു മെയിൽ അയച്ചു. അപ്പോൾ എനിക്കൊരു റിപ്ലൈ മെയിൽ കിട്ടി, യെസ്. അതായത് CV അറ്റാച്ച് ചെയ്തിട്ടൊന്നുമില്ല. CV ഉണ്ടോയെന്ന് ചോദിച്ചാൽ CV ഉണ്ടെന്ന് ഞാൻ ഉത്തരം പറയും. അതാണ് മൂപ്പരൊരു ലൈന്. അപ്പോൾ ഇങ്ങനെയാണ് കുറേ ആൾക്കാരുള്ളത്. ഞാനൊരു എല്ലാവരെയും കൂടെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ജോലിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും കീ പ്രോബ്ലം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആളുകൾക്കൊരു ഇപ്പോൾ ആളുകൾ ഇപ്പോൾ കോളേജിൽ പോകണോ, സ്കില്ല് വേണോ എന്നൊക്കെ അങ്ങനത്തെ ഡിബേറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു. ഒരാൾ 3 കൊല്ലം കോളേജിൽ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾ അറ്റ്ലീസ്റ്റ് ഹയറബിൾ ആണ്. ഒന്നുമില്ലെങ്കിൽ അയാൾ 3 കൊല്ലം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, അയാൾ പേഷ്യൻ്റായിട്ട് നിൽക്കണമല്ലോ, ഒരു കാര്യത്തിന് കമ്മിറ്റായി നിൽക്കണമല്ലോ. മറ്റാൾ എപ്പോഴാണ് പോകാമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. എന്നുള്ള ആളെ ചിലപ്പോൾ നാളെ കണ്ടു എന്നൊന്നും വരില്ല, റൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ ഫ്രം എൻ ലൈക്ക് ഒരു എംപ്ലോയബിലിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടത് ഈ ഒരു സോഫ്റ്റ് സ്കില്ലാണ്. ജോലി ഇല്ലാത്ത പ്രശ്നം ഇവിടെ ഇല്ല, ജോലി ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ കുറവാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, എനിക്കൊന്ന് ആ ഒരു സാർ പറഞ്ഞതുപോലെയുള്ള സോഫ്റ്റ് സ്കില്ലിനൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നൊരു അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ അബ്രോഡ് പോകുന്നത് എന്നൊരു പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഏത് ജോബിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അബ്രോഡ് വർക്ക് ചെയ്യുന്നത്, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ജെറിയാട്രിക്സിലല്ലേ? ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രായമായ ആൾക്കാരെ നോക്കുന്നതാണ്. അതൊരു മോശം ജോലിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ജോലിക്കാണോ നമ്മുടെ ആൾക്കാർ പോകേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? അതാണോ ആ ജോലിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ അബ്രോഡ് പോകേണ്ടത്? എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ KFCയിലെ ഇതാണ് ഒത്തിരി ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തു പോയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് സ്റ്റഡി അബ്രോഡ് എന്താ പറയുക, ഒരു തരം എസ്കേപ്പാണ്. നേരത്തെ അജ്മൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, അതായത് നല്ലൊരു എംപ്ലോയി പോവാതിരിക്കാൻ ഞങ്ങളൊക്കെ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, എന്തും ചെയ്യും. ഇഫ് യു ആർ ഇന്നെവിറ്റബിൾ, യു ബിക്കം ഇന്നെവിറ്റബിൾ ടു എൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അത് ഇന്നെവിറ്റബിൾ അവൻ ആർക്കും പറ്റും.
ആ ഇന്നവിറ്റബിൾ ആവാനുള്ള ഒരു എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ്. ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഒരു ഇൻവെസ്റ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുടെ കാര്യം പലപ്പോഴും ഒരു ഗ്ലോബൽ സ്കെയിലിംഗ് വേണം. കാരണം എനിക്ക് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് വേണം, സസ്റ്റൈനബിൾ ആയിട്ടായാലും ഐ നീഡ് എ പ്രോഫിറ്റ്. ഒരു ഗ്ലോബൽ സ്കെയിലിലേക്ക് എൻ്റെ ബ്രാൻഡ് വളർത്തണം. അങ്ങനെയാണ് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ, ഞാൻ എസ്പെഷ്യലി കേരളം എടുത്ത് വെക്കുകയാണ്, കേരളത്തിലെ ടെക് പ്ലാറ്റ്ഫോംസിന് അത്രത്തോളം സ്കോപ്പ് ഇനി ഉണ്ടോ? ഐ മീൻ അതിനുള്ള ഒരു മാർക്കറ്റ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഈ ഒരൊറ്റ ഫാക്ടർ മാത്രമേ അവർ നോക്കിയത്, സ്കെയിലബിൾ ആണോ, പിന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ്. അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊന്നും എന്തുണ്ടായിരുന്നില്ല, അവർ ചോദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അവർ കറക്റ്റ് എന്താണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സുകളാണ് മാക്സിമം അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ സ്കെയിലബിലിറ്റി ശരിക്കും സ്കെയിൽ ചെയ്യാൻ പറ്റും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ എട്ടെക്കിൻ്റെ കേസിൽ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത്, അത് ഓരോ സംസ്ഥാനത്തിനനുസരിച്ചും ഓരോ കൾച്ചറിനും അനുസരിച്ച് എന്തായിരിക്കും, അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കേരളത്തിൽ എജ്യൂപോർട്ട് വർക്ക് ചെയ്ത അതേ മെത്തേഡ് ചിലപ്പോൾ തമിഴ്നാടിലോ അല്ലെങ്കിൽ ബംഗാളിലോ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ചെറിയൊരു ട്വീക്കോ കാര്യങ്ങളോ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ സ്കെയിലബിലിറ്റി പ്ലാൻ ഡെഫിനറ്റ്ലി എന്താണ് അതർ സ്റ്റേറ്റും അതർ കൺട്രീസും തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി പ്ലാറ്റ്ഫോം നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടികളെയും പാരൻസിൻ്റെയും ഫേസ് ആയിട്ടുള്ള അധ്യാപകരും അതേപോലെ തന്നെയുള്ള ബാക്കി കണ്ടന്റ് ഡെവലപ്മെൻറ്റുമാണ് എന്ത് ചെയ്തത് ഞങ്ങൾ നേരിടുന്ന ഒരു ചലഞ്ച്. അപ്പം അത് നമ്മൾ ഹയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ ഓഫ് കോഴ്സ് അങ്ങനെ ഒരു സംഭവം കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പം എജ്യൂപോർട്ടിൻ്റെ ഇപ്പോൾ ഒരു വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ആണെങ്കിലും നമ്മളിപ്പം 100% ബൂട്ട് സ്ട്രാപ്ഡാണ്, ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒരു സ്റ്റേറ്റും കൂടെ എന്താണ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ആ വാല്യുവേഷനും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഒത്തിരി കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും? കാരണം ഒരു ഫ്യൂച്ചറിൽ കൊളാബറേഷനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എജ്യൂപോർട്ട് ഈസ് ബിൽഡിംഗ് സംതിങ് യുണീക്ക്, അല്ലെങ്കിൽ എക്സാൻവൈസ് ഡൂയിങ് സംതിങ് യുണീക്ക് ഇൻ ദെയർ സ്പേസ്. ഓക്കെ, അവിടെ നമ്മളൊരു സ്പെസിഫൈഡ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലപ്പുറം ഇപ്പോൾ ഒരു ലാർജർ നാഷണൽ പ്ലെയർ വരികയാണ്. എ ലാർജർ നാഷണൽ പ്ലെയർ മൈറ്റ് ബി സീയിങ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അസ്, റൈറ്റ്? നമുക്ക് അവരുടെ ഒരു സിസ്റ്റത്തിലോട്ട് കോംപ്ലിമെൻ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു പുതിയ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അത് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ തന്നെ പോയിട്ട് എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല, അത് അവരിലൂടെ ഒരു ലാർജർ കസ്റ്റമറിലോട്ട് എത്തിപ്പെടാൻ പറ്റുമോ, റൈറ്റ്? സോ ദർ ആർ ഡിഫറെൻറ്റ്, എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മേ ബി ഒരു മേജർ അല്ലെങ്കിൽ ഒരു അക്വിസിഷൻ പെർസ്പെക്റ്റീവൊക്കെ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് നമ്മുടെ അടുത്ത് നല്ലൊരു യൂസർ ബേസ് വേണം, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മോഡൽ വേണം. അതോടൊപ്പം ഈസ് ദർ സംതിങ് യുണീക്ക് ദാറ്റ് വി ക്യാൻ ഓഫർ, ഒരു വാല്യൂ പ്രപ്പോസിഷൻ ബാക്കി ആർക്കും കൊടുക്കാൻ പറ്റാത്തത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ദെൻ വിൽ ബി വിന്നേഴ്സ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്ത ഒരു പോർട്ടൽ അല്ലെങ്കിൽ ബൈജൂസ് പോലുള്ളതൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ വന്നിട്ടാണ് ചിലപ്പം മാനേജ്മെൻറ്റ് ഇഷ്യൂ ആവാം, അങ്ങനെ പല ഇഷ്യൂസ് ആവാം. പക്ഷേ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലായാലും നമ്മൾ അതിൻ്റെ ഒരു തകർച്ച മുന്നിൽ കാണണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു എമേർജിങ് ഓണ്ടർപ്രണേഴ്സിന് എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുള്ളത്? നമുക്ക് എങ്ങനെ ഈ പറഞ്ഞതിൻ്റെ ഒരു ആഡ് ഓൺ തന്നെയാണ്. ബൈജൂസിൻ്റെ തകർച്ച അത്രമാത്രം ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എജ്യൂപോർട്ട് ഉണ്ടാകുന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ബൈജൂസിനാണ്. കാരണം ഞങ്ങളന്ന് ആപ്പ് കൊണ്ടുവന്നിട്ട് കുട്ടികൾ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് കുട്ടികൾ പഠിക്കണം, അല്ലെ പഠിക്കാൻ പറ്റുന്നുള്ളത് പാരൻസിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ ഓൾറെഡി എന്താണ് ബൈജൂസ് മോഹൻലാലിനെ ഷാറൂഖ് ഖാനൊക്കെ വെച്ചിട്ട് ഫോൺ ഉപയോഗിച്ച് കുട്ടികൾക്ക് പഠിക്കാമെന്നുള്ളൊരു സിസ്റ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ തകർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പാൻഷൻ്റെ ഒരു കേസാണ്. ഞാനൊരു കഥ ഇങ്ങനെ കേൾക്കാറുണ്ട്, സത്യമാണെന്ന് എനിക്കറിയില്ല. അതായത് ബൈജു രവീന്ദ്രൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ മോൻ എന്തെങ്കിലും ഒരു ടോയ് വാങ്ങണം എന്നുള്ള രീതിയിൽ സൂപ്പർ മാർക്കറ്റ് പോയി. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ടെക്നോളജി പ്രൊഡക്റ്റ്, ഒരു ടോയ് കണ്ടു. അപ്പം മൂപ്പർക്ക് ഭയങ്കര താല്പര്യം വന്നു. അപ്പോൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നേരെ US പോയിട്ട് ആ കമ്പനീനെ അക്വയർ ചെയ്തു എന്നുള്ളത്. അപ്പം ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാൾ തന്നെയാണ് പറഞ്ഞത്. അപ്പം ആ ഒരു മോഡലിലുള്ള ഒരു എക്സ്പാൻഷനൊക്കെയാണ് എന്ത് ചെയ്തത് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കും, ഇത് ഏത് നിമിഷവും തകരാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത് അത്ര ഒരു സുഖമുള്ള പരിപാടിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും നന്നാവുക വല്ല ജോലിയും ചെയ്ത് ജീവിക്കലായിരിക്കും. പക്ഷേ എന്നാലും എഡ്യൂക്കേഷൻ്റെ കേസിൽ നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും നമുക്ക് എല്ലാ കാലവും നിലനിൽക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി എന്ത് മാർക്കറ്റിങ്ങും സെക്കൻഡറി ആണ് അതിൽ.
അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇപ്പോൾ ബൈജൂസിൻ്റെ ഒരു ബൈജൂസ് ശരിക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ബൈജൂസിൻ്റെ തുടക്കം ഒരു വലിയ സ്റ്റേഡിയംസിൽ അദ്ദേഹം ക്ലാസ് എടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലയണൽ മെസ്സി വന്നാലും ഷാറൂഖ് ഖാൻ വന്നാലും മോഹൻലാൽ വന്നാലും അല്ല എഡ്യൂക്കേഷനിൽ ഒരാളൊരു കാര്യം വാങ്ങുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടർ വന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അവർ ഒരു സാധനം നമ്മൾ ആരാണെങ്കിലും എഡ്യൂക്കേഷനിൽ ഇന്ന സ്കൂളാണെങ്കിൽ ഇന്ന പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന കോളേജാണെങ്കിൽ ഇന്ന ആളുണ്ടല്ലോ എന്നാണ് നമ്മളും നമ്മുടെ പാരൻസും ഒക്കെ ആലോചിക്കുക. അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് യു ക്യാൻ ഒരു വലിയൊരു സെയിൽസ് ഫോഴ്സിനപ്പുറം അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് പുഷിനോ അത്തരം കാര്യങ്ങൾക്ക് മാർക്കറ്റിംഗ് എഫേർട്ടിനപ്പുറം നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാവണം, അത് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റണം. അൾട്ടിമേറ്റ്ലി ദാറ്റ്സ് വാട്ട് ദാറ്റ് മാറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് ബഡ്ജറ്റിംഗ് അലോക്കേഷൻ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എടുത്തു പോയി കഴിഞ്ഞാലും പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കാര്യത്തിലും പെർസെൻറ്റേജ് ഭയങ്കര കുറവാണ്. അത് പോളിസി മേക്കേഴ്സിന് നമുക്ക് വേണ്ട ഗ്രൗണ്ട് റിയാലിറ്റി പലപ്പോഴും എഡ്യൂക്കേഷൻ സെക്ടറിന് വേണ്ട ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോഴും എല്ലാവരോടും പറഞ്ഞു ടീച്ചർ ടു സ്റ്റുഡൻറ്റ് റേഷ്യോയുടെ പ്രശ്നം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ റേഷ്യോ. നമ്മൾ പലപ്പോഴും ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ടീച്ചർ ആവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു പലർക്കും. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് ഓറിയൻറ്റഡ് ഒരു പോളിസി ചേഞ്ച് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത, ഐ മീൻ ആ ഒരു മാറ്റം എന്താണ് അങ്ങനെ വരാത്തത് എന്നാണ്? അത് ശരിക്കും ഗവൺമെന്റിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇൻ ജനറൽ നമ്മൾ എട്ടെക് ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് വി ഷുഡ് ലേൺ ഫ്രം ദാറ്റ് ഈസ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ദർ ആർ ലോട്ട് ഓഫ് അൺസോൾവ്ഡ് പ്രോബ്ലംസ്, അതാണ് അത് സൂചിപ്പിക്കുന്നത്, റൈറ്റ്? ആൻഡ് ദർ ഷുഡ് ബി എ ലോട്ട് ഓഫ് പാരലൽ സിസ്റ്റംസ് നമ്മൾ നിർബന്ധമായിട്ടും ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദാറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി സ്പേസ് ഫോർ എവ്രി വൺ സിറ്റിംഗ് ഹിയർ, ഐ തിങ്ക്. ഓൾസോ വൺ മോർ തിങ്, രണ്ടുപേരോട് ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയാണ്. എന്താണ് ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ 2030 വിഷൻ ഒക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഡെവലപ്പിംഗ് നേഷൻ ആവുന്ന ഒരു വിഷൻ ഉണ്ട് പലപ്പോഴും. അതിൽ എഡ്യൂക്കേഷൻ സെക്ടർ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു വരാൻ പോകുന്നൊരു 15-20 ഇയേഴ്സിൽ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നൊരു മാറ്റം എന്താണ്? ഞാൻ കരുതുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ 10ാം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം ഒരു ഉഴപ്പി നടന്ന പയ്യനായിരുന്നു. അപ്പോൾ ക്ലാസ്സിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ടീച്ചർ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ സച്ചിൻ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചാടിയല്ല ബാക്കിയെല്ലാ പരിപാടിയും വിട്ടിട്ട് ശ്രദ്ധിക്കും. അപ്പം അതേപോലെ തന്നെ ഓരോ കുട്ടിക്കും അവൻ്റെ ഇൻട്രസ്റ്റും അവൻ്റെ താല്പര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻ്റ് ആയിരിക്കും എന്തുണ്ടാവുക, ഭാവിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് പ്രൊജക്റ്റൈൽ മോഷൻ ചിലപ്പോൾ എന്തായിരിക്കും, ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒക്കെ ഫ്രീ കിക്കൊക്കെ വെച്ചായിരിക്കും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ക്രിക്കറ്റ് താല്പര്യമുള്ള ആളാണെങ്കിൽ സച്ചിൻ്റെയും വിരാട് കോഹ്ലിൻ്റെയും ഷോട്ടുകളായിരിക്കും എന്ത് ചെയ്യുക, അവൻ അത് വെച്ചായിരിക്കും പ്രൊജക്റ്റൈൽ മോഷൻ പഠിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ദ ട്രൂ ഫണ്ടമെൻ്റൽസ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് കുട്ടികൾക്ക് ഈ ഒരു പേഴ്സണലൈസ്ഡ് എൻവയോൺമെൻറ്റിലൂടെ കിട്ടാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അൾട്ടിമേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് അവർ കിഡ്സ് ഫ്യൂച്ചർ റെഡി. നമ്മുടെ കുട്ടികൾ റിട്ടയർ ചെയ്യുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് സർ കെൻ റോബിൻസൺ ചോദിക്കുന്നുണ്ട്, റൈറ്റ്, ഇൻ വൺ ഓഫ് ഹിസ് വെരി ഫേമസ് ടെഡ് ടോക്സ്. അപ്പോൾ ഒരു 40 വർഷത്തിനപ്പുറം 50 വർഷത്തിനപ്പുറം ഈ വേൾഡിനെ ലീഡ് ചെയ്യാൻ, നോട്ട് ജസ്റ്റ് ഓൺ എംപ്ലോയബിലിറ്റി, മേ ബി ആസ് എൻ ഓണ്ടർപ്രണർ, ആസ് എ ലീഡർ, ആസ് എ പേഴ്സൺ, റൈറ്റ്, ഈ ഒരു കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യാവുന്ന കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ഐ തിങ്ക് എ ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ ഇൻ മേക്കിംഗ് അവർ കിഡ്സ് ഫ്യൂച്ചർ റെഡി. മേ ബി സ്കൂൾസ് ഒക്കെ കുറേയൊക്കെ പൂട്ടിപ്പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് തിങ്സ് വിൽ ചേഞ്ച് ഫോർ ഗുഡ്.